ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ വെറൈറ്റി ആയിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ബസുമതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതങ്ങനെ നല്ലോണം കഴുകിയെടുത്തിട്ട് ഞാനിതിവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ചിക്കൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ചിക്കനിൽ ഞാൻ ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ആവശ്യമാണ് കേട്ടോ. ഇനി ഞാനിതിലേക്ക് 1.5 സ്പൂൺ മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വലിയ ജീരകം പൊടിച്ചത് ഒരു 1/4 സ്പൂൺ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനൊരു 1/4 സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 3 ചിക്കൻ്റെ സ്ക്യൂബും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കൈ വെച്ച് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഈ ഒരു സ്ക്യൂബിൻ്റെ ഉപ്പ് തന്നെ മതി കേട്ടോ. അല്ലാതെ നമ്മൾ വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പും അതേപോലെ തന്നെ ഒരു പിടി പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതങ്ങനെ അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടത് ഒരു 1/4 സ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കളറാണ് കേട്ടോ. ഞാൻ ഇവിടെ ഒരു റെഡ് കളറ് എടുത്തിട്ടുണ്ട്. റെഡ് കളർ ചേർക്കണം എന്നൊരു നിർബന്ധമല്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് റെഡ് കളർ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അരമണിക്കൂർ ഇതും കൂടെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാനിത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കുറച്ച് അധികം വേണ്ട കേട്ടോ. നമ്മളിത് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് ഞാനിതിലേക്ക് ഒരു 4 ഏലക്ക, അതേപോലെ തന്നെ ഒരു 3 പട്ട, ഒരു 4 ഗ്രാമ്പും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മന്തി മസാല 1 സ്പൂണും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഉപ്പ് കുറച്ച് അധികം നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മളിത് അരി ഊറ്റിയാണ് എടുക്കുന്നത്. നെയ്ച്ചോറൊക്കെ വെക്കുന്ന പോലെ അല്ല കേട്ടോ. നമ്മൾ അരി നന്നായിട്ട് വേവിച്ചിട്ട് അത് ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു മാഗി ക്യൂബാട്ടോ. അതും കൂടെ ഞാനിത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചോറൊന്ന് വെന്ത് വരുമ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് ഞാൻ അരി ഇട്ട് കൊടുത്തിരുന്നു. ആ ഒരു സമയത്ത് ക്യാമറ ഓഫായി പോയിട്ടോ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി അതവിടെ കടന്ന് വേവട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ ഇതവിടെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതവിടെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ അധികം ആവണ്ട കേട്ടോ, ഇത്ര തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ ചോറ് എന്തായി നോക്കട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മളെ ചോറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. പകുതി വേവിൽ മതി കേട്ടോ, നന്നായിട്ട് വെന്ത് ഉടയേണ്ട ആവശ്യമില്ല. പകുതി വേവാകുമ്പം തന്നെ നമുക്കിത് ഊറ്റിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് നമ്മൾ ചോറൊന്ന് ഊറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ചോറിപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് റെഡ് കളർ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് വേണമെന്നൊന്നുമില്ല കേട്ടോ, അതിപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഞാൻ കുറച്ച് യെല്ലോ കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ കളറിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ചെയ്താലും മതി. പിന്നെ ഞാനിതവിടെ ഒരു 3 പച്ചമുളകും കൂടെ ഇതേപോലെ ഒന്ന് കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കനലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്ലേറ്റിൽ ഇതാ ഞാൻ കുറച്ച് കനൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് ഓയിലും കൂടെ ആക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒറ്റ ഫിസിൽ അടിക്കണത് വരെ നമുക്കിത് വേവിച്ചിട്ട് എടുത്താൽ മതി. അത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിത് വേവിച്ചിട്ട് എടുക്കുന്നത്. ഒറ്റ ഫിസിൽ അടിക്കുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. എന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ തുറന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇപ്പോൾ ദാ കുക്കറത്തെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം.
ഇതാ കണ്ടില്ലേ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ കനൽ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മുളക് വെച്ചത് അതും കൂടെ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിത് അതിൻ്റെ മുകളിലേക്ക് 1 സ്പൂണോളം നെയ്യും കൂടെ ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കട്ടെ. നമ്മളിപ്പോൾ നെയ്യ് ഒഴിച്ചതാണ്, അത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ ചോറ് ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതാ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ ഇവിടെ ഉടഞ്ഞു പോവുകയോ അടി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ നമ്മളിത് ഇനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.